ഹലോ വീവേഴ്സ്, വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ മത്തിയാണ് കേട്ടോ, ഒരു 10 മത്തി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്, എന്നാലാണ് അതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിക്കുള്ളൂ. കഴുകി ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തതാണിത്. അപ്പം ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് പിന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. മൺചട്ടി എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഒരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണ് കടുക് ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് മൂക്കട്ടെ. ഉലുവ മൂക്കുമ്പോഴേക്കും ഞാൻ ഒരു വലിയ സവോളയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് എടുത്തതാണിത്. നല്ലപോലെ ചെറുതാക്കിയാൽ നുറുക്കിയെടുത്താലും മതി. എന്നിട്ട് അത് നമുക്ക് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലിട്ടിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴന്നു കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ വഴന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്താണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ വഴന്ന് കഴിഞ്ഞില്ലേ. ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ പുളി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. പുളി നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കട്ടെ. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ തക്കാളിയും ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഈ പുളി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പം നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് 3 ടേബിൾ സ്പൂൺ നാളികേരമുണ്ട്, അത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പുളി നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ മത്തി ഇട്ട് കൊടുക്കാം. ചെറിയ മത്തിയാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണത് കറി വെച്ച് കഴിക്കാനായിട്ട്. ഈ മത്തി ഒന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് വേവട്ടെ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അപ്പം മത്തിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് നാളികേരം ഒഴിച്ചത് ഇല്ലാതെ നമുക്കിതിപ്പോൾ നമ്മൾ ഈ മത്തിയൊക്കെ എടുത്തിട്ട് ഇതാക്കിയില്ലേ, അതുവരെ ആയാലും നല്ല ടേസ്റ്റാണ് അങ്ങനെ കറി ആക്കിയിട്ട് കൂട്ടാനാണെങ്കിലും. ഇപ്പോൾ നാളികേരം അരച്ചൊഴിച്ച് കൊടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് എന്ന് മാത്രം. അപ്പോൾ നാളികേരം ഇഷ്ടമില്ലെങ്കിൽ ഈ മത്തി ഇട്ടിട്ട് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് അതിലേക്ക് വറുത്തിട്ടാൽ മതി. ഈ നാളികേരം ഒഴിച്ചാൽ ഒന്നും കൂടി ഒരു നല്ല ടേസ്റ്റുള്ള കറിയാവും. നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിടണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തിച്ച് അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് മൂക്കട്ടെ. ഉള്ളി മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള മീൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്